മനസ്സെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ പണിയെടുക്കുന്നത്, ഇല്ലേ? അപ്പൊ മനുഷ്യനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് തീരുകയാൽ അങ്ങ് പോകും അങ്ങോട്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് NLP എന്ന് പറയുന്ന മനസ്സാണ്. അപ്പൊ NLP പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം ആയിത്തീരും. മനസ്സെന്താണെന്നും മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും. അപ്പോൾ മനസ്സിൻ്റെതായ രീതിയിൽ കൂടെ വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. ഈ മനസ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ മനസ്സും ഞാനും ഒന്നാ. അപ്പോൾ ഈ മനസ്സെപ്പോഴും ഒറ്റയായിട്ട് വർക്ക് ചെയ്യാനാണ് മനസ്സിൻ്റെ ഇഷ്ടം. നമ്മളത് അറിഞ്ഞിരിക്കണം. മനസ്സ് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്നു, അവനല്ലെങ്കിൽ അവൾ അവരുടേതായ സൗകര്യത്തിലാണ് പോകുന്നത്. അങ്ങനെ പോയി കഴിയുമ്പോൾ നാടൻ ഭാഷ പറഞ്ഞാൽ എനിക്കത് പാരയായിട്ട്. നമുക്കിപ്പോൾ ഒരൊറ്റ സുഹൃത്ത്, സോൾമേറ്റ് എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ? സുഹൃത്ത്. ഈ സുഹൃത്ത് കയ്യിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നെങ്കിൽ ആ ഫ്രീഡം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹമൊക്കെ ആണേലും മിക്കവാറും കാര്യങ്ങൾ പുള്ളിയുടെ ഇഷ്ടം പോലെ ചെയ്യും. അപ്പൊ ആ ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം നമുക്ക് വേണ്ടാത്തതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ സോൾമേറ്റിനെ നമ്മൾ ഫ്രീ ആക്കാൻ പാടില്ല, നമ്മുടെ കൂടെ നിർത്തണം. എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഹാവ് എ കൺട്രോൾ ഓവർ മൈ സോൾമേറ്റ്. അല്ലേ അത് സോൾമേറ്റ് അല്ല. എൻ്റെ സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ സോളിൻ്റെ ഭാഗം എന്നുള്ളതാണ്. എൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. ഞാനും എൻ്റെ മനസ്സും ഒന്നാണ്. ശരിക്കും പറയുകയാണെങ്കിൽ മനസ്സും ശരീരം എന്ന് പറയുന്ന രണ്ടെല്ലാം ഒന്നാണ്. ശരീരം പ്രവർത്തിക്കുന്ന മുഴുവൻ മനസ്സിൽ കൂടെയാണ്. റാദർ മൈൻഡ് പറയുന്ന പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മനസ്സും ശരീരവും ഒന്നാണ്. ഇത് രണ്ടായിട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇതിനെ ഒന്നാക്കി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എന്താണ് മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അറിഞ്ഞെങ്കിൽ മാത്രമേ എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ ഒരു നിയന്ത്രണം എനിക്ക് കിട്ടുന്നത്, ഒന്നാക്കി എടുക്കുന്നത് എന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അതിനാണ് നമ്മൾ NLP പഠിക്കുന്നത്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഇതിപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഫ്രീ വെബിനാറാണ്. അപ്പോൾ തിങ്കളാഴ്ച ഒരു ക്ലാസ് നടത്താൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. അപ്പോൾ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സെന്ന് പറഞ്ഞാൽ NLP, അതാണ് കണക്ക്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്ന മനസ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ ബുക്കാണെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം മനസ്സ് പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും NLP പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ പഠിച്ചു കഴിയുമ്പം ഈ പറഞ്ഞ മനസ്സിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ നമുക്ക് ലഭിക്കും. അപ്പം മനസ്സിനെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ സാധിക്കും. നമ്മൾ വിചാരിക്കുന്ന എന്താണ്? നമുക്ക് സുഖം കിട്ടണം, സന്തോഷം കിട്ടണം എന്നുള്ളതല്ലേ. ഇപ്പൊ മനസ്സിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിനൊരു കാഴ്ചപ്പാടാണ്. എന്താണ് മനസ്സിന്റെ കാഴ്ചപ്പാട്? മനസ്സ് കാണുന്ന ശരീരത്തിനെയാണ്. എന്നെ മനസ്സിന് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ശരീരത്തിന് സുഖം തോന്നുന്ന രീതി കൂടെ മാത്രമേ മനസ്സ് പ്രവർത്തിക്കൂ. സത്യത്തിൽ ഞാനെന്ന് പറയുന്നത് മനസ്സിന്റെ അപ്പുറത്തുള്ള ഒരു സംഭവം സംഗതി എന്നൊക്കെ പറയല്ലോ. കാരണം അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതാണ് ഞാൻ. അത് ഈ മനസ്സിന് അറിയത്തില്ല. മനസ്സിനാകെ അറിയാവുന്ന ശരീരത്തിനെ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ശരീരത്തിനെ സുഖിപ്പിക്കുന്ന എല്ലാ പണികളും മനസ്സ് ചെയ്യും. അത് മനസ്സിന്റെ കാര്യം കുഴപ്പമൊന്നുമില്ല. മനസ്സങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം, എടാ ഈ ഞാനെന്ന് പറയുന്നത് ശരീരമല്ല, അതിൻ്റെ അപ്പുറത്തുള്ളൊരു സംഭവമാണ്. അവിടെയാണ് സന്തോഷം. അതിനാണ് സന്തോഷം ലഭിക്കേണ്ടത്. അതിന് സന്തോഷം എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ ഇച്ചിവിടെ നല്ലൊരു വാക്കെന്ന് പറയുന്നത് ആനന്ദം. സന്തോഷത്തിന് നമ്മൾ സുഖം എന്നുള്ള രീതിയിലേക്കാണ് സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ നമ്മളത് ആ സന്തോഷം എന്നുള്ള വാക്ക് വിട്ടിട്ട് ആനന്ദം എന്ന് വെച്ചാൽ മതി. ഈ ആനന്ദം എന്ന് പറയുന്ന ശരീരത്തിന്റെ ഭാഗമല്ലല്ലേ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആനന്ദത്തിന്റെ ലെവൽ എത്തിക്കഴിയുമ്പം ശരീരത്തെ നിങ്ങൾ മറന്നുപോകും. ശരീരത്തിനെ പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനന്ദം കിട്ടുകയില്ല, അല്ലേ? അതിന് എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും.
നിങ്ങൾ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നിടത്തോട്ട് നോക്കി നിന്നേ. അപ്പൊ നിങ്ങളൊരു ആനന്ദത്തിൽ ആറാടി എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ ശരീരത്തിനെ മറന്നു പോകും. മഴവെല്ല് നോക്കി നിന്നേ. മഴവെല്ല് കണ്ട് നിൽക്കുമ്പോൾ നിങ്ങളെ മറന്നു പോകും. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ശരീരത്തിനെ മറന്നു പോകും. എൻ്റെ ശരീരം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മാത്രമേ എനിക്ക് ആനന്ദം ലഭിക്കുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ ലക്ഷ്യം ആനന്ദം ലഭിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ശരീരത്തിന്റെ സുഖങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് സുഖം കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കിയാൽ മതി. ആ ശരീരത്തിന് സുഖം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത ലെവലിലോട്ട് നമ്മൾ അറിയാതെ കടന്നു പോയിക്കോളും. അതിനെപ്പറ്റി നമ്മൾ കൺസേൺ ആകേണ്ട ആവശ്യമില്ല. പക്ഷേ ശരീരം വേദനിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ലെവലിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ആദ്യം നമ്മൾ ശരീരത്തിൻ്റെ സുഖമാണ് നോക്കേണ്ടത്. ശരീരത്തിൻ്റെ സുഖം നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഇമോഷനിലൂടെ, ഇല്ലേ? നമുക്ക് പേടി വന്നു കഴിയുമ്പോൾ നമുക്ക് ശരീരം അത് അറിയുന്നത്. സങ്കടം വന്നു കഴിയുമ്പോഴും ശരീരം അറിയുന്നത്. അങ്ങനെ നമ്മൾ അറിയുന്നത് എനിക്ക് സങ്കടം വന്നത് എൻ്റെ ശരീരം അങ്ങ് തളരും. അതാണ് സങ്കടം വന്നു കഴിയുമ്പം. അതുപോലെ പേടി വന്നു കഴിയുമ്പം അറിയാമല്ലോ, പേടി വന്നു കഴിയുമ്പോൾ ശരീരത്തിന് വേറൊരു ലെവലിലേക്ക് ശരീരം പോകും. ഇനി അസൂയ വന്നു കഴിയുമ്പം എന്തായിരിക്കും ശരീരത്തിൽ? ശരീരമാണ് അവിടെ മെയിനായിട്ട് പുറകെ നടക്കുന്നത്. എവിടെയാ പുറകെ നടക്കുന്നത്? ആരോട് അസൂയ തോന്നുന്നോ അയാളെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ശരീരം പിന്നാലെ പോകും. ശരീരത്തിന്റെ ശ്രദ്ധ മുഴുവൻ എപ്പോഴും അയാളിലായിരിക്കും. അതുപോലെ ഏത് വികാരങ്ങൾ വന്നു കഴിഞ്ഞാലും ശരീരം ഉടനെ എന്നെ മറന്നുപോകും. ശരീരം കൊണ്ട് പുള്ളി അങ്ങ് നടക്ക ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ അറിയുന്നത് വികാരം എന്ന് പറഞ്ഞ സാധനമാണ് ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ വികാരത്തിനെ ആണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. വികാരത്തിനെ നേരിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ വികാരം ഉണ്ടാക്കുന്ന ചില ചിന്തകളുണ്ട്. അപ്പൊ നമുക്ക് ആകെ പിടിക്കാൻ പറ്റും നമ്മുടെ ചിന്തകളാണ്. ചിന്തകളെ പിടിച്ചു കഴിഞ്ഞാൽ വികാരത്തിന്റെ മുകളിൽ ഒരു കൺട്രോൾ വരും. അല്ലാതെ നേരിട്ട് നമുക്ക് വികാരത്തെ കയറി തൊടാൻ പറ്റുകയില്ല. കാരണം വികാരം എന്ന് പറയുന്ന ശരീരമാണല്ലോ. ഈ ശരീരത്തിനെ നമ്മൾ കയറി എങ്ങനെയാ പിടിക്കുന്നത്? ഒന്നും പിടിക്കാൻ പറ്റുകയില്ല. പിന്നെ ശരീരത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷം വരുമ്പോൾ എങ്ങനെയാണോ ശരീരം ഇരിക്കുന്നത് അതുപോലെ നമുക്ക് ശരീരത്തെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാ നമ്മുടെ വികാരത്തിനെ കയറി പിടിക്കാൻ പറ്റുന്നത്. ഡയറക്റ്റ് നമുക്ക് പിടിക്കാൻ പറ്റിയത്. അപ്പോ ഈ NLP പഠിപ്പിക്കുന്നത് എങ്ങനെ ശരീരത്തിനെ സന്തോഷം കിട്ടുന്ന ഒരു ലെവൽ എത്തിക്കാവുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന ചിന്തകളെ പറ്റി പഠിക്കും. ചിന്തകളെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ചിന്തകളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു വാക്ക് നമുക്ക് ഇവിടെ NLPയിൽ ഇല്ല. അപ്പൊ നമുക്ക് ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് NLP നമ്മളെയൊക്കെ പഠിക്കാൻ പോകുന്ന ഹൗ ടു ചേഞ്ച് അവർ തോട്ട്സ്. ചിന്തകളെ മാറ്റുന്നതനുസരിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ വരും. ഇപ്പൊ നമ്മളിപ്പോ ശരീരത്തിനെ പറ്റി ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്താണ് നമ്മുടെ ചിന്തകളെന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ പലർക്കും ഈ ചിന്തകളെ കണ്ടുപിടിക്കാൻ അറിയത്തില്ല. എന്താണ് ചിന്ത എന്ന് പോലും അറിഞ്ഞുകൂടാ. ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംസാരം, ഇല്ലേ? ആദ്യം നമ്മൾ അത് കണ്ടുപിടിക്കാൻ പഠിക്കണം. അപ്പൊ ഞാനിപ്പോ ചോദിക്കുകയാണ്, നിന്റെ മനസ്സിൽ നടക്കുന്ന നിങ്ങളെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ഓരോ വ്യക്തികളോട് ഞാനിപ്പോ സംസാരിക്കുന്നത്. ആ വ്യക്തിനെ ഷാർപ്പായിട്ട് ആ വ്യക്തിയോട് സംസാരിക്കുമ്പം നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മളൊരു പ്ലൂറലായിട്ട് അത് എടുക്കും. അപ്പൊ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമല്ല, അപ്പൊ എന്നോടാണെന്നുള്ള രീതിയിൽ തോന്നുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി താങ്കൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. സാധാരണ നമ്മളെ ആരും താങ്കൾ എന്ന് വിളിക്കുകയല്ല. ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളെ സംസാരിക്കുമ്പോൾ നീ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഉറ്റ സുഹൃത്താണ് ചോദിക്കുന്നത്, ഷെയർ ചെയ്യുന്നത്, മറ്റാരുമല്ല. ഉറ്റ സുഹൃത്ത് ആരാണ്? നിന്റെ ഏറ്റവും ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്നത് നിന്റെ മനസ്സാണ്. അപ്പൊ നിന്റെ മനസ്സ് നിന്നോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ പറയുന്നത് നീ ഇപ്പൊ കേൾക്കേണ്ടത്. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഇല്ല.
ഇപ്പൊ നിന്റെ മനസ്സാണ് നിന്നോട് സംസാരിക്കുന്നു എന്ന് വിചാരിച്ച്. അപ്പൊ നിനക്ക് മനസ്സിലാകും, ആ എൻ്റെ ആത്മസുഹൃത്താണ് എന്നോട് സംസാരിക്കുന്നത്. ആ തരത്തിൽ പറഞ്ഞെങ്കിൽ മാത്രമേ നിനക്ക് മനസ്സിലാവുകയുള്ളൂ. നീ പറയുന്ന മാത്രമേ നിനക്ക് മനസ്സിലാവുള്ളൂ. വേറൊരാൾ പറയുന്നത് എങ്ങനെയാ നിനക്ക് മനസ്സിലാകുന്നു? നമ്മളെല്ലാരും വിചാരിക്കുന്ന അവൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയല്ല. അവൻ പറയുന്ന നിന്റേതായ ഭാഷയിൽ കൂടെ നീ മാറ്റം വരുത്തിയിട്ടാണ് നീ ഗ്രഹിക്കുന്നത്. അപ്പൊ നീ നിന്നോട് പറഞ്ഞെങ്കിൽ മാത്രമേ നിനക്കത് മനസ്സിലാവുകയുള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടല്ലോ, അല്ലെങ്കിൽ വലിയവരുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കുട്ടിയോട്, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുട്ടിയോട് പറയാണ്. കുട്ടിയോട് പറയാനുള്ള എളുപ്പം, എടാ ഒരു ഗ്ലാസ് എടുത്തോണ്ട് വന്നു. അവൻ എടുത്തോണ്ട് വരണം എന്നുണ്ടെങ്കിൽ അവൻ അമ്മനോട് പറയണം. നിങ്ങൾ പറഞ്ഞതിന്റെ പേരിലല്ല അവൻ എടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യം അവന്റെ മനസ്സ് അവനോട് പറയും, ദേ അമ്മ ഒരു ഗ്ലാസ് എടുക്കാൻ പറഞ്ഞു, അതങ്ങ് എടുത്ത് കൊടുത്തേക്കാം എന്ന മനസ്സ് പറഞ്ഞെങ്കിലേ അവൻ എടുക്കത്തുള്ളൂ. അമ്മ പറഞ്ഞതിന്റെ പേരിൽ അവൻ എടുക്കണം നിർബന്ധമില്ല. അമ്മ പറഞ്ഞ കാര്യം അവൻ അവനോട് പറയും. ഇവിടെ അമ്മയല്ലേ പറഞ്ഞു. ഈ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? എവിടെ ആലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? സിസ്റ്റർ ആലീസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആലീസ് ഇവിടെ അല്ലെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ മ്യൂട്ട് ചെയ്തു. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഇനി പുള്ളിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്. അപ്പൊ വിട്ടുപോയി, അതാണ് ഈ കുഴപ്പമുള്ളത്. ഞാനൊരു കാര്യം എൻ്റെ മകനോടോ മകളോടോ കുട്ടികളോടോ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ പേരിലല്ല അവർ ചെയ്യുന്നത്. അപ്പൊ അവന്റെ മനസ്സ് പറയുന്ന ഇതാണ്, എടാ എൻ്റെ അച്ഛനല്ലേ പറഞ്ഞത്, എൻ്റെ അമ്മയല്ലേ പറഞ്ഞത്, ഈ ഗ്ലാസ് എടുത്ത് വെച്ച് കൊടുത്തേക്കാം എന്ന് സ്വയം പറഞ്ഞ് മാത്രമേ അവൻ വെക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ രീതി എന്നു വെച്ചാൽ എന്ത് പറഞ്ഞാലും അതനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രകൃതി നമ്മളെ വളർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്ന മുഴുവൻ കേട്ടിട്ട് അപ്പോപ്പോ ചെയ്തുകൊണ്ടിരുന്ന കുഴി ചെന്ന് വീഴും. അതുകൊണ്ട് നമ്മൾ ജനിക്കുമ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ആര് എന്നെ സൃഷ്ടിച്ച് ആരാണോ അവര് കൊടുത്തു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞാലും നീ ആദ്യം നോയേ പറയാവുള്ളൂ. എന്നിട്ട് നിനക്കിത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അതായത് നമ്മളെപ്പോഴും കുഴി വീണോണ്ടിരിക്കും. ഇതുകൊണ്ടാണ് ആരെന്ത് പറഞ്ഞാലും നമ്മളുടെ ഉള്ളിൽ ആദ്യം ഒരു എതിർപ്പ് തോന്നും. അത് കുറച്ച് കഴിയുമ്പോഴാണ് ഇത് കുഴപ്പമില്ല ചെയ്തേക്കാന്ന്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടത്. എന്തുകൊണ്ട് എൻ്റെ മനസ്സിൽ ആദ്യം നോ തോന്നുന്നു? ആരെന്ത് പറഞ്ഞാലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്നത് ചെയ്യരുതെന്നുള്ളതാണ്. കാരണം നമ്മൾ പറയുന്നത് അങ്ങനെയാ, ചെയ്യുക അരുതെന്നാ പറയുന്നത്. നീ അത് ചെയ്യുക അരുതെന്നാ പറയുന്നത്. അപ്പൊ എന്ത് പറഞ്ഞാലും അതിൻ്റെ എതിരൂടാണ്. അപ്പൊ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യരുതെന്ന് മനസ്സിൽ തോന്നിയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ചിന്തിച്ചു നോക്കും. ഇത് ചെയ്താൽ കുഴപ്പമില്ലല്ലോ, അത് ചെയ്തുകൊണ്ട് എനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ നാട്ടുകാർക്കൊക്കെ ഗുണം കിട്ടുമല്ലോ, എന്നാ ചെയ്തേക്കാം. അതാണ് സെക്കൻഡ് തോട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് തോട്ടിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ്. ആദ്യം മനസ്സിൽ ഒരു നോ വരും. അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സ് തന്നെ അതിനെ വിശകലനം ചെയ്യും. ഇത് ചെയ്താൽ എനിക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും ഗുണമുണ്ടോ എന്ന് ചിന്തിച്ചതിന് ചെയ്ത്. ഇതിന് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി കേട്ടോ. ഇതിനൊരു മണിക്കൂറുകളോ ദിവസങ്ങളോ ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതാണ് എൻ്റെ ബേസിക് തിയറി. എന്തുകൊണ്ട് മനസ്സിൽ ഒരു നോ തോന്നുന്നു? അത് എൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ബുക്ക് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ ബുക്കിൽ ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഈ 5 സെൻസറി ഓർഗൻസ് ഉണ്ടല്ലോ, ഈ ഓർഗന്റെ പണി എന്താണെന്ന് വെച്ചാൽ കാണുക, കേൾക്കുക, കേൾക്കുക, രുചിക്കുക, ഫീൽ ചെയ്യുക, മണക്കുക, ഇത്രയും പണികളാണ്.
5 ഇന്ദ്രിയങ്ങളുടെ പണി ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഗ്രാജുവലി അതിൻ്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാണ്? മനസ്സ് അതിൻ്റെ പിന്നാലെ പോയി എന്നുള്ളതാണ്. നമ്മളൊരു റോസപ്പൂവിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടു, തീർന്നു, പണി തീർന്നു, ഒരു പ്രശ്നമില്ല, കണ്ട് നമ്മളിങ്ങനെ പോന്നു. പിന്നീട് മനസ്സ് പറയും, ഇത് കുഴപ്പമില്ലല്ലോ, നല്ല പൂവാണല്ലോ, ഒന്നുകൂടെ കണ്ടേക്കാം. അപ്പൊ നമ്മൾ രണ്ടാമത് കാണുന്നത് ഞാൻ പറഞ്ഞിട്ടാ കാണുന്നത്. കണ്ണ് രണ്ടാമത് കാണില്ല. കണ്ണിങ്ങനെ കണ്ട് കണ്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. മൂക്ക് മണത്ത് മണത്ത് പോവുകയാണ്, കാരണം മണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ രണ്ടാമത് വന്ന വേറെ നല്ല മണങ്ങൾ അവിടെ കിടപ്പുണ്ട്, അത് ശ്രവിക്കാതെ അത് അത് നമ്മൾ മണക്കാതെ കൊണ്ട് ഇതിന്റെ പിന്നാലെ തന്നെ പോകും. അതാണ് ഈ മെമ്മറി എന്ന് പറഞ്ഞ സാധനം. മെമ്മറിക്ക് അത് ഈ സാധനം കണ്ടിട്ട് ഇത് നല്ലതാണ്, ഇത് നല്ലതാണെന്ന് തോന്നിയിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ നമ്മൾ പോകും. ഇതാണ് നമ്മുടെ മനസ്സിനെ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ കാണുന്നു, കേൾക്കുന്നു, ശ്രവിക്കുന്നു, രുചിക്കുന്നതിന് പുറമേ ഈ മനസ്സ് പിന്നാലെ പോവുക. അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അപ്പൊ നമ്മുടെ മനസ്സിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇങ്ങനൊരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിന്റെ പിന്നാലെ പോവുക എന്നുള്ളത്. അതുകൊണ്ട് നഷ്ടം വരുന്ന എന്താണ്? നമുക്ക് മൊത്തത്തിൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റാതെ പോകും. എല്ലാത്തിനെയും കാണാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടതിന്റെ പറയാൻ മാത്രമേ നമ്മൾ പോവുള്ളൂ. നമ്മളിപ്പോ ഒരു ഹോളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഹോളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. കസേരകളുണ്ട്, മനുഷ്യരുണ്ട്, മറ്റു അലമാരികളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടത് കസേരയാണ്. അതിലേക്ക് മാത്രമേ നമ്മുടെ ശ്രദ്ധ പോവുള്ളൂ. അപ്പുറത്തെ കസേര ഇരിക്കുന്ന നമ്മുടെ ചേട്ടനോ അനിയനോ സുഹൃത്തുക്കളോ അവരെയൊന്നും നമ്മൾ ശ്രദ്ധിക്കല. നമ്മൾ ഈ കസേരയിൽ ഇരുന്ന ആ കസേര ഉറപ്പിച്ചു കഴിഞ്ഞിട്ടേ കണ്ണുകൾ അടുത്തേക്ക് പോകുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ വേണ്ട പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. കാരണം മനസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടതിന്റെ പിന്നാലെ പോയി. പക്ഷേ വേറെ അത്യാവശ്യമുള്ള വേറെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ മനസ്സിന്. നമ്മൾ ആദ്യം സെൻസ് ചെയ്ത് അതിന്റെ പിന്നാലെ പോകും. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇങ്ങനെ പോയി കഴിയുമ്പോൾ, കാരണം ശരീരത്തിന് സുഖമുള്ളതാണ്. അപ്പൊ നമ്മുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ കൂട്ടുകാർക്കോ സുഖം കിട്ടുന്ന ഒരു കാര്യത്തിന്റെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റാതെ വരും. അതാണ് ഈ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ സെൽഫിഷ്നെസ്? സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതിന്റെ പിന്നാലെ പോകാന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വരും. അപ്പൊ നമ്മളൊക്കെ പറയും, എനിക്ക് എൻ്റെ കൂട്ടുകാരുണ്ട്, മക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട് എന്നൊക്കെ പറയും. അവരെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകും. നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടതിന്റെ പിന്നാലെ പോകും. ഇതാണ് മനസ്സിനെ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിനെ നമ്മൾ വേണ്ട വിധത്തിൽ കൊണ്ടു നടക്കാന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും പറയും, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അല്ലെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ സുഹൃത്തുക്ക് വേണ്ടിയിട്ടാണെന്ന്. ഒട്ടുമല്ല. എൻ്റെ ശരീരത്തിന് സുഖം കിട്ടുന്ന കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. അപ്പം നമ്മളെല്ലാവരും പറയും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. എന്തുകൊണ്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്? കാരണം മക്കളുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എനിക്കൊരു പ്രായമായി കഴിഞ്ഞാൽ എന്നെ ശുശ്രൂഷിക്കാൻ വരേണ്ടതിൻ്റെ മക്കളല്ലേ. അതുകൊണ്ടാണ് നമ്മൾ മക്കളുടെ പിന്നാലെ പോകുന്നത്. അപ്പൊ മനസ്സിന് ഇതെല്ലാം അറിയാം. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശ്രദ്ധ എപ്പോഴും എന്നിലേക്കാണ്. എൻ്റെ സുഖസൗകര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇതാണ് പലർക്കും അറിയത്തില്ല. വാട്ട് ഈസ് സെൽഫിഷ്നെസ് എന്നറിയത്തില്ല. അപ്പൊ ഈ സെൽഫിഷ്നെസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ലോകത്തെ കാണാൻ പറ്റാതെ വരും. ഞാൻ എന്നെ മാത്രമേ കാണുകയുള്ളൂ. ചുറ്റുപാടുകളെ നമ്മൾ അറിയുന്നേ ഇല്ല. അപ്പൊ നമ്മൾ ലോകം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ മനസ്സിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഈ മനസ്സ് ചെയ്യുന്ന എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിനെ നമ്മൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഈ ലോകത്തിൽ കൂടെ മനസ്സിനെ ഓടിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു പാടാ. അതാണ് നമ്മൾ ആദ്യം മനസ്സിനെ പഠിക്കാന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ, വേറൊരു കാര്യവും മനസ്സിലാക്കുകയില്ല. എൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ മനസ്സിലാക്കും.
അപ്പൊ നമുക്ക് ലോകത്തെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ലോകം എന്ന് അറിഞ്ഞിരിക്കണം. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുപാടും ഞാൻ ഒഴികെ ബാക്കി എല്ലാം ലോകത്തിന്റെ ഭാഗമാണ്. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എല്ലാം ലോകത്തിന്റെ ഭാഗമാണ്. അവരെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്നിൽ നിന്നുള്ള ശ്രദ്ധ അവിടേക്ക് മാറ്റണം. ഇതാണ് മനസ്സിനെ പഠിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടത്തുള്ളൂ. അപ്പോൾ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള കണ്ണിനെ നമ്മൾ പുറത്തേക്ക് മാറ്റണം. ഇതിനാണ് നമ്മൾ മനസ്സിനെ പഠിക്കുന്നത്. അപ്പൊ NLPയിലൂടെയാണ് മാത്രമേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. അതാണ് ചില ആൾക്കാരൊക്കെ ഇവിടെ പറഞ്ഞ് എനിക്കിപ്പോ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പൊ സുഖം എന്ന് പറയുന്ന അപ്പുറത്തേക്ക് കടന്ന് സന്തോഷത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ NLP പഠിച്ചിരിക്കണം. അത്രയാണ് ഇന്നിപ്പോൾ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.